ഞാൻ ദയനീയ അവസ്ഥയിലൂടെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പം ചാനലുകാർ വന്ന് ഇത് കണ്ട് ചാനലിൽ ഇട്ടപ്പോഴത്തേക്ക് ചാത്തന്നൂർ വിഷ്ണു സാറ് വന്ന് ഇത് കണ്ട് ഇവിടെ വന്നു എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയ്ക്ക് നല്ലൊരു വീട് ഞാൻ വെച്ച് തരും. കാരുണ്യത്തിന്റെ അമ്മക്കിളിക്കൂട്, രാഷ്ട്രീയത്തിന് അതീതമായ സ്നേഹമാതൃകയായി വിഷ്ണു ശ്യാം. വികസന സങ്കല്പങ്ങളും വാക്കുകളും പലപ്പോഴും കടലാസുകളിൽ ഒതുങ്ങുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നതാണ് യഥാർത്ഥ പൊതുപ്രവർത്തനമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വിഷ്ണു ശ്യാം. കണ്ണുണ്ടായിട്ടും കാണാത്തവരും ഹൃദയമുണ്ടായിട്ടും മനസ്സിലാക്കാത്തവരും നിറഞ്ഞ ഇന്നത്തെ സമൂഹത്തിൽ കാരുണ്യത്തിന്റെ വെളിച്ചമായി മാറിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവും മദർ ലവ് ഫൗണ്ടേഷൻ പ്രവർത്തകനുമായ വിഷ്ണു ശ്യാം. 1 വർഷം മുൻപാണ് ചിറക്കര ഗ്രാമപഞ്ചായത്തിലെ ഇടവട്ടം എന്ന ഗ്രാമത്തിൽ നിന്ന് ആ നടുക്കുന്ന കാഴ്ച പുറം ലോകം അറിയുന്നത്. മൺകട്ട കൊണ്ട് കെട്ടിയ അരഭിത്തിക്ക് മുകളിൽ ഓലയും ഷീറ്റും പഞ്ചസാര ചാക്കുകളും കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു കൂര, മഴ പെയ്താൽ ഉറങ്ങാൻ കഴിയാതെ ചോർന്നൊലിക്കുന്ന വെള്ളം പാത്രങ്ങളിൽ കോരിയൊഴിച്ച് രാത്രി വെളുപ്പിച്ചിരുന്ന ഒരു കുടുംബം, 2 പിഞ്ചു കുഞ്ഞുങ്ങളും മാതാപിതാക്കളും അടങ്ങുന്ന ആ നിർധന കുടുംബത്തിന് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു ശൗചാലയം പോലും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ താമസിക്കാൻ ഇറങ്ങിയിട്ട് 14 കൊല്ലമായി. അന്നോട്ടെ എനിക്കൊരു വീട് വേണമെന്നും പറഞ്ഞുകൊണ്ട് സർക്കാർ എല്ലാവരുടെയും പറയും, മെമ്പർമാരെടുത്ത് മാറിയും തിരിഞ്ഞും പറയുന്നു. ഒരുത്തരും എനിക്കൊരു വീട് തന്നിട്ടില്ല. കക്കൂസ് ഇവിടുന്ന് 1/2 കിലോമീറ്റർ നടന്നു പോവാക്കോ. 2 കൊച്ചുങ്ങൾ 5 വയസ്സുള്ള കൊച്ചിനെ അക്കരെ വീട്ടിലെ കൊണ്ടുപോകണം കക്കൂസി പോവാൻ. ഇഴജന്തുക്കളുടെ ഭീതിക്കിടയിൽ കഴിഞ്ഞിരുന്ന അവരുടെ ദയനീയാവസ്ഥ എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ സജി ചാത്തന്നൂർ തയ്യാറാക്കിയ വാർത്തയിലൂടെയാണ് ലോകമറിഞ്ഞത്. വേദനാജനകമായ ഒരു വാർത്ത ഏത് ഒരു മലയാളി മനുഷ്യനെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചിറക്കര ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ മടത്തിൽക്കുളം എന്ന് പറയുന്ന ഭാഗത്താണ്. നമ്മുടെ ചാത്തന്നൂരിൽ നിരവധി യുവജന പ്രസ്ഥാനങ്ങളുണ്ട്, നിരവധി ക്ലബ്ബുകളുണ്ട്. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൻ്റെ പ്രധാന പ്രദേശങ്ങളിലുള്ള നിരവധി യുവജന സംഘടനകളുണ്ട്. ഈ വീട്ടിലേക്ക് 2 ഷീറ്റ് മേൽക്കൂരയെങ്കിലും വാങ്ങിയിട്ട് ഈ അന്തി ഉറങ്ങാൻ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്ന സഹായിക്കണമേ എന്നൊരു അപേക്ഷയുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിലെത്തിയിരുന്നു. പക്ഷേ ആരും ഇവരെ തിരിഞ്ഞു നോക്കില്ല. മനസാക്ഷിയുള്ള ഏത് മനുഷ്യന്റെയും കണ്ണു നനയ്ക്കുന്ന ആ ദൃശ്യങ്ങൾ കണ്ട മാത്രയിൽ തന്നെ ആ കുടുംബത്തിന് തണലേക്കാൻ വിഷ്ണു ശ്യാമും സഹപ്രവർത്തകരും മുന്നോട്ട് വരികയായിരുന്നു. ചോർന്നൊലിക്കുന്ന ആ കൂരയ്ക്ക് പകരം സുരക്ഷിതമായ ഒരു വീട് നിർമ്മിച്ചു നൽകുമെന്ന ഉറപ്പ് അവർ അവിടെ വെച്ച് നൽകി. പലരും വാക്കുകളിൽ ഒതുക്കുന്ന വാഗ്ദാനങ്ങൾ അക്ഷീണ പ്രയത്നങ്ങളിലൂടെയും അനേകം സുമനസ്സുകളുടെ പിന്തുണയോടെയും മദർ ലവ് ഫൗണ്ടേഷൻ യാഥാർത്ഥ്യമാക്കി. അങ്ങനെ ആ സ്വപ്നഭവനത്തിന് അമ്മക്കിളിക്കൂട് എന്ന് പേരിട്ടു. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MP വീടിന്റെ അവകാശിയായ പൊന്നമ്മയ്ക്ക് അമ്മക്കിളിക്കൂടിന്റെ താക്കോൽ കൈമാറി. കണ്ടു നിന്നവരെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ മനോഹരമായി നിർമ്മിച്ച വീട് ഒരു പാർലമെന്റ് അംഗത്തിന്റെ പോലും പ്രശംസ പിടിച്ചുപറ്റി. ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും എങ്ങനെയുള്ളവരായിരിക്കണമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സംരംഭമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് MP ഓർമ്മിപ്പിച്ചു. അവർക്ക് ഒരു ബാധ്യതയും ഇല്ലാതെ ഈ വീട് നിർമ്മാണത്തിന് ചെലവായ മുഴുവൻ തുകയും വിഷ്ണു ശ്യാമും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും മനോഹരമായ ഒരു ഭവനം ഇന്നിവിടെ നിർമ്മിച്ച് ഇതിന്റെ താക്കോൽ ദാനവും പാലുകാച്ചവും നടക്കുന്നത്. ഈ ഭവനത്തിലേക്ക് തെളിച്ച വിളക്കുമായി പ്രവേശിച്ച പ്രിയപ്പെട്ട ഈ അമ്മയുടെ രോദനം കേട്ട് മനസ്സറിഞ്ഞ ഈ ചെറുപ്പക്കാരൻ കയറിക്കിടക്കാൻ ഒരു കിടപ്പാടം എന്ന അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുക. ഇതൊരു സാധാരണ വീടല്ല, ഒരു മനോഹരമായ ഒരു നല്ല എലിവേഷൻ. ഫ്രണ്ട് കാണുമ്പോൾ തന്നെ അതിന്റെ എലിവേഷൻ തന്നെ വളരെ മനോഹരമായി. അകത്തെ റൂമുകൾ ഏറ്റവും മികച്ച മനോഹരമായി ചെയ്തിരിക്കുക. അടുക്കളയും നല്ല രീതിയിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുക. അങ്ങനെ എന്തുകൊണ്ടും ഒരു കുടുംബത്തിന് സന്തോഷകരമായി ജീവിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടം, ഒരു ഭവനം അണിയിച്ചൊരുക്കിയ വിഷ്ണുവിനെയും
വിഷ്ണു ശ്യാമിനെയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന ഈ സംരംഭത്തിൽ പങ്കാളികളായവരെയും ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുക. കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെയും പ്രയത്നത്തിന്റെയും അനുഭവങ്ങൾ വിഷ്ണു ശ്യാം ചടങ്ങിൽ പങ്കുവച്ചു. ഒരു വർഷം മുൻപ് ഒരു ഓണത്തിന് ഇവിടുത്തെ ചാത്തന്നൂരിലെ എക്സ്പ്രസ് ന്യൂസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തില് ഒരു വീട് വേണമെന്ന് കരഞ്ഞുകൊണ്ട് എനിക്കും 2 കുഞ്ഞുങ്ങൾക്കും വീടില്ല, ദൈവം തന്നില്ല എന്ന പേരിൽ ഒരു ഓണത്തിന് ഞാനിവിടെ വന്ന് ഞാനും എന്റെ സഹപ്രവർത്തകരും നേരിട്ട് ഇവിടെ വന്ന് കാണുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങള് ഈ വീട് പണി ഏറ്റെടുക്കുകയും ചെയ്തതാണ്. അപ്പോ അതുമായി ബന്ധിപ്പിച്ച് ഇന്ന് താക്കോൽദാനം എന്ന ഒരു മഹത്തരമായ കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞാൻ ഏകദേശം 18 വർഷത്തോളം വാടക വീട്ടിൽ താമസിച്ച ആളാണ്. അതുകൊണ്ട് ഒരു വീടില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇനി ഞങ്ങൾ വന്ന വഴികളെ പറ്റിയും ഒരുപാട് പേര് ഇതിനായിട്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ചാത്തന്നൂർ ഉള്ളതായാലും കൊല്ലത്തെ ഉള്ളതായാലും ഇനിയും കാര്യം ഇതൊരു തുടക്കം മാത്രമായിട്ടാണ് ഞങ്ങളൊരു ഫൗണ്ടേഷൻ. സത്യത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. കാരണം ഈ കമ്മിറ്റിയിലുള്ള 2 മണ്ഡലം പ്രസിഡന്റുമാര് ചാത്തന്നൂരും അതുപോലെ തന്നെ ഭൂതക്കുളവും ചെറുക്കരയും എല്ലാ മണ്ഡലം പ്രസിഡന്റുമാരുടെയും അറിവോടുകൂടി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമ്മൾ പണിഞ്ഞെടുത്തതാണ്. അപ്പോ എനിക്കിത് ചെയ്യാൻ സാധിച്ചു. ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിന് ഇത് ചെയ്യാൻ, ഈ ഫൗണ്ടേഷൻ രൂപീകരിച്ച് ആദ്യത്തെ ഭവനമായി ഇത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. KPCC ഭാരവാഹികൾ, DCC സെക്രട്ടറിമാർ, ബ്ലോക്ക് മണ്ഡലം ജനപ്രതിനിധികൾ, മുൻ ജനപ്രതിനിധികൾ എന്നിവർക്കൊപ്പം രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ നാട്ടുകാരും ആ സന്തോഷ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നു. പൊതുപ്രവർത്തകർക്ക് മുന്നിലെ വഴികാട്ടി, രാഷ്ട്രീയം എന്നാൽ അധികാര മത്സരങ്ങൾ മാത്രമല്ല, അധസ്ഥിതന്റെ കണ്ണീരൊപ്പലും അവർക്ക് തണലേകലുമാണെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് വിഷ്ണു ശ്യാം. സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം സഹജീവി സ്നേഹത്തിന് മുൻഗണന നൽകുന്ന ഈ യുവനേതാവ് ഇന്നത്തെ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും വലിയൊരു മാതൃകയാണ്. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.